ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 സീറ്റുകളിൽ നാളെ പോളിംഗ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും 4ാം ഘട്ടത്തോടൊപ്പം നടക്കും. ആന്ധ്രാപ്രദേശിൽ മുഴുവൻ സീറ്റുകളിലേക്കും നാളെ ജനവിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തമാകുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലും ബീഹാറിലും ഇന്ന് പ്രചാരണ രംഗത്ത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച പുതിയ ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ISRO. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് നാളെ ജനവിധി എഴുതുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും. ഝാർഖണ്ഡിലെ 4ഉം പശ്ചിമബംഗാളിലെ 8ഉം സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13ഉം മധ്യപ്രദേശിൽ 8ഉം ഒഡീഷയിൽ 4ഉം മഹാരാഷ്ട്രയിൽ 11ഉം ജമ്മുകാശ്മീരിൽ 1ഉം ബീഹാറിൽ 5ഉം സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ വിധിയെഴുതും. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലും 21 പാർലമെന്റ് മണ്ഡലങ്ങളിലെ 4 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 20-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജിതമാക്കി. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ റാലികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. പാർട്ടിയുടെ ബാരക്പൂരിലെ സ്ഥാനാർത്ഥി അർജുൻ സിംഗിന് വേണ്ടി 4 പൊതുയോഗങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ശേഷം ഹൂഗ്ലി ജില്ലയിലെ 3 പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ബീഹാറിലെ പറ്റ്നയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഇന്ന് നടക്കും. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും. റായ്ബറേലിയിലെ പൊതുറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സീതാപൂർ, ബഹ്റൈച്ച്, അമേഠി ജില്ലകളിൽ പ്രചാരണം നടത്തുകയാണ്. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും സംയുക്തമായി ബരാബങ്കിയിൽ INDI സഖ്യ സ്ഥാനാർത്ഥിക്കായി പൊതുറാലിയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അവിനാഷ് പാണ്ഡെ ഫൈസാബാദ്, അംബേദ്കർ നഗർ ജില്ലകളിൽ പാർട്ടി ഭാരവാഹികളുടെ യോഗങ്ങൾ നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേൽ റായ്ബറേലി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തും. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മോത്തി നഗർ, ഉത്തം നഗർ എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കഴിഞ്ഞ 10 വർഷത്തിനിടെ പാവപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിലും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിലും തന്റെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓരോ പൌരനെയും ശാക്തീകരിക്കുകയും അവർക്ക് വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പുരോഗതിയെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തുവെന്നും ശ്രീ മോദി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ട്രെയിനികളുമായി സംവദിച്ചു. രാജ്യാന്തര തലത്തിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികൾ, അവസരങ്ങൾ, മാറുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. 2023 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ട്രെയിനികളോടൊപ്പം ഭൂട്ടാൻ നയതന്ത്രജ്ഞരും ചടങ്ങിൽ പങ്കെടുത്തു. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച പുതിയ ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വെള്ളിയാഴ്ചയാണ് പുതിയ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചത്.
പുനർരൂപകൽപ്പന ചെയ്ത PS4 എഞ്ചിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം ലാഭിക്കാനും ലോഹപ്പൊടി 565 കിലോയിൽ നിന്ന് 13.7 കിലോഗ്രാമായി കുറയ്ക്കാനും ഉൽപാദന സമയം 60% ലാഭിക്കാനും സാധിക്കും. പുനർരൂപകൽപ്പന ചെയ്ത എഞ്ചിൻ PSLV വിക്ഷേപണ വാഹനത്തിന്റെ 4ാം ഘട്ടത്തിലും PSLVയിലെ ആദ്യഘട്ടത്തിലെ പ്രതികരണ നിയന്ത്രണ സംവിധാനത്തിലും ഉപയോഗിക്കും. ഈ എഞ്ചിൻ സാധാരണ PSLV പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്താൻ ISRO ലക്ഷ്യമിടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാം ബഹ്റിൻ വിമാനങ്ങൾ റദ്ദാക്കി. ബാംഗ്ലൂർ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള ആഭ്യന്തര സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. രാവിലെ ഷാർജയിലേക്കും മസ്കറ്റിലേക്കുമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തി. ഉച്ചകഴിഞ്ഞ് ദുബായ്, ദോഹ, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് 5 തുറക്കും. 15 മുതൽ 19 വരെ പൂജകൾ നടക്കും. ഇക്കാലയളവിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്ന പ്രതീക്ഷയിൽ KSRTC സ്പെഷ്യൽ സർവീസിനായി 100 ബസ്സുകൾ അനുവദിച്ചു. ഇതിൽ 50 ബസ് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസിനായി ഉപയോഗിക്കും. പമ്പയിലേക്കുള്ള പ്രധാന സർവീസ് ചെങ്ങന്നൂർ, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നാണ്. പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ ശബരിമല ഇടവമാസ പൂജയുടെ പശ്ചാത്തലത്തിൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ നാളെ രാവിലെ 6 തുറക്കും. ഈ മാസം 19 വരെ 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. ഈ സാഹചര്യത്തിൽ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ വൃഷ്ടിപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ ബദരീനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ക്ഷേത്രനട തുറന്നത്. ഇതിന് സാക്ഷ്യം വഹിക്കാൻ ഒട്ടേറെ ഭക്തർ ബദരീനാഥിൽ തടിച്ചുകൂടി. ബദരീനാഥ് കൂടി തുറന്നതോടെ ഉത്തരാഖണ്ഡിൽ ഈ വർഷത്തെ ചാർധാം തീർത്ഥാടനത്തിനും ആരംഭമായി. കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവ വെള്ളിയാഴ്ച തുറന്നിരുന്നു. ഇന്ന് ലോക മാതൃദിനം. ഊഷ്മള വാത്സല്യത്തിന്റെ പ്രതീകമായ അമ്മമാർക്കുള്ള ഈ ദിനം ഭൂരിഭാഗം ലോകരാജ്യങ്ങളിലും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് മാതൃദിന ആഘോഷമെങ്കിലും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആൾരൂപമായ അമ്മയോടുള്ള ആദരമാണ് ദിനാചരണത്തിന്റെ അടിസ്ഥാനം. ആരോഗ്യമേഖലയിൽ നഴ്സുമാർ വഹിക്കുന്ന നിർണായക പങ്കിന്റെ ഓർമ്മപ്പെടുത്തലായി ഇന്ന് ലോക നഴ്സസ് ദിനം ആചരിക്കുന്നു. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മവാർഷിക ദിനമായ മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആഘോഷിച്ചു വരുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നതാണ് ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് ഈ വർഷത്തെ നഴ്സസ് ദിനത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒഡീഷയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു. തലസ്ഥാനമായ ഭുവനേശ്വറിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ കനത്ത മഴ അനുഭവപ്പെട്ടു. 76.8 മില്ലിമീറ്റർ മഴ ഇവിടെ പെയ്തതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴ ബുധനാഴ്ച വരെ തുടർന്നേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ മയൂർഭഞ്ച് ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 15 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് പരാജയപ്പെടുത്തിയതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫിൽ ഇടം നേടുന്ന ആദ്യ ടീമായി മാറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലോകത്തെ ധ്രുവ പ്രദേശങ്ങളിലും പരിസര മേഖലകളിലും ധ്രുവദീപ്തി പ്രതിഭാസം ദൃശ്യമായി. ശക്തമായ ഭൌമകാന്തിക പ്രഭാവമുള്ള സൌരക്കാറ്റിന്റെ ഫലമായാണ് ആകാശത്ത് പച്ച, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ ദൃശ്യമാകുന്ന ധ്രുവദീപ്തി അഥവാ അറോറ സംഭവിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 സീറ്റുകളിൽ നാളെ പോളിംഗ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും 4ാം ഘട്ടത്തോടൊപ്പം നടക്കും. ആന്ധ്രാപ്രദേശിൽ മുഴുവൻ സീറ്റുകളിലേക്കും നാളെ ജനവിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ശക്തമാകുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലും ബീഹാറിലും ഇന്ന് പ്രചാരണ രംഗത്ത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച പുതിയ ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ISRO. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസുമായി ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.